ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ട് ഒരു ഡെലിവറിക്ക് പോവുകയാണ്. ഇപ്പോൾ മഴയായത് കാരണം ചെറിയ വണ്ടിയിലാണ് ഡെലിവറിക്ക് പോകുന്നത്. ഞങ്ങളുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള അടുത്തില എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം. കമ്പനിയിൽ നിന്ന് ലോഡുമായിട്ട് പോകുന്നത് തന്നെ കുറച്ചൊരു റിസ്കി ഒരു ഏരിയ ആണ്. കുത്തനെയുള്ള ഒരു കയറ്റമാണ്. ഡെലിവറി സ്റ്റാഫ് ഉള്ളപ്പോൾ നമ്മൾ ഡെലിവറി പോകേണ്ട ആവശ്യമില്ല, അത് അവർ കൊണ്ടുപോയിക്കോളും. ചെറിയ ചെറിയ ഓർഡറൊക്കെ ആണെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോകാറുണ്ട്. ഇതുപോലെ ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ ഇതാ നിങ്ങൾ കണ്ടു നോക്കും. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബില്ലടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് നേരെ വന്ന് കയറിക്കോളും. വരുന്നോന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ അത് നല്ലൊരു മയില്. എടുത്തേക്കാന്ന് പോകുന്നത് എന്തിനാണ്? കാസർഗോഡ് വന്നു. എനിക്കിങ്ങനെ ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ ഡെലിവറിക്കെല്ലാം പോകാൻ. പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ സാധനം കൊണ്ട് കറങ്ങിയാൽ മതിയാ. രാത്രി പഠിക്കലുണ്ടാ? നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഹൈവേയിലോട്ട് കയറാൻ പോയാണ്. NHന്റെ വർക്ക് ഇതാ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര മുതൽ പയ്യന്നൂർ വരെ ഏകദേശം റോഡ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ പെരുമ്പാപ്പാലത്തേക്ക് കയറിയിട്ടില്ലത്. പെരുമ്പാപ്പാലത്തിൻ്റെ NHന്റെ പണി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ ഇനി പോകുന്നത് പയ്യന്നൂർ ടൗണിലേക്കാണ്. ഇതിപ്പോൾ ആപ്പിൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് മാംഗോ ആണ്. ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് വരുന്നത് തിന്നാനായിട്ടാണ്. ഇതെയാ? പിന്നെ തുടങ്ങിക്കോ, വന്ന പണി തുടങ്ങിക്കോ. ഇപ്പം നമ്മൾ കരിവെള്ളൂർ കഴിഞ്ഞു. ഇപ്പം ഈ ലൈറ്റിൻ്റെ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കരിവെള്ളൂർ ഭാഗത്ത്. NHൽ മണ്ണെടുത്തിട്ട് കണ്ടില്ലേ? ഈ ഒരു മഴ തീരുമ്പോഴേക്ക് ഇതൊക്കെ എവിടെ എത്തുന്നറിയില്ല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ച സ്ഥലം. നമ്മളത് പോകുന്നത് ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് നമ്മൾ കസ്റ്റമർ. നമ്മളൊരു 2 വർഷമായിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ നാഷണൽ ഹൈവേ എന്നൊരു ബൈപ്പാസ് വരുന്നുണ്ട് മംഗലാപുരം ഭാഗത്ത് പോകുമ്പോൾ. അപ്പോൾ ആ റൂട്ടിലേക്കൂടെയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. കാസർഗോഡേക്ക് പോകാൻ ഇപ്പോൾ ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് വഴി. പക്ഷേ NH വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും എളുപ്പം. ഇതാകുമ്പോൾ വൈകുന്നേരങ്ങൾ ഭയങ്കര ട്രാഫിക്കാണ് ഈ ഒരു ഏരിയ. ഉദുമ എത്തുമ്പോൾ ഒരു 7-7:30 ആയി അവിടെ എത്തുമ്പോൾ. അപ്പോൾ വരുന്നവർക്ക് തത്കാലത്ത് കയറി ഒരു ബട്ടർ ചിക്കനും അതുപോലെ റൊട്ടിയും വാങ്ങിച്ചു. ബട്ടർ ചിക്കൻ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു.